1979 അന്ന് ഞാൻ ബാംഗ്ലൂരിൽ ഹൈദരാബാദ് ഹൈവേയുള്ള ദേവനഹള്ളി എന്ന സ്ഥലത്തായിരുന്നു. ദേവനഹള്ളിയിൽ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, നമുക്കടുത്തായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഒരു കോട്ടയുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കി, കാടെല്ലാം പിടിച്ചു കിടക്കുന്ന അതിഭയങ്കരമായിട്ടൊരു കോട്ട കാണാനുണ്ട് അവിടെ. ഈ കോട്ടയിൽ രാത്രി സമയങ്ങളിൽ ഭീകരാവസ്ഥയാണ്. ഈ ഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ അതിഭീകരം, ആൾക്കാരെല്ലാം പേടിക്കും. രാത്രി ഭയങ്കര ബഹളം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. ടിപ്പുവും ഇംഗ്ലീഷുകാരും ബ്രിട്ടീഷുകാരുമായി യുദ്ധം നടന്ന സ്ഥലമാണ് അവിടെ. ഒരുപാട് ആളുകളവിടെ മരിച്ചു കൊണ്ടിട്ടുണ്ട് ആ കോട്ടയ്ക്കുള്ളിലും പുറത്തുമായിട്ട്. അപ്പോൾ അവരുടെ പ്രേതാത്മാക്കൾ ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവർ ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബഹളമാണ് കേൾക്കുന്നത്. ആത്മാവ്, ഭൂതം, പ്രേതം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അവരുടെ മുഖത്തിനൊരു ഭീതി പരത്തുന്ന, പറയുന്നവരുടെ മുഖത്തിനൊരു ഭീതി പരത്തുന്ന ഒരിതുണ്ടായിരുന്നു. കാരണം അത്രയും ഭയങ്കരമാണ് ആ കോട്ട. അതുകൊണ്ട് രാത്രി ആരും പോവില്ല. ശബ്ദവും വരുന്നുണ്ട്, എപ്പോഴും ശബ്ദം വരുന്നുണ്ട്, ഭയങ്കരമായ ശബ്ദം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ആ കോട്ട ഒന്ന് കാണാൻ പോകുന്നതിന് തീരുമാനിച്ചു. വാസ്തവത്തിൽ ഈ കോട്ട 1500കളിൽ അവിടുത്തെ ഒരു പ്രഭുവായിട്ടുള്ള മല്ല ഭൈര ഗൗഡ ഉണ്ടാക്കിയതാണ് ഈ കോട്ട. അതിനുശേഷം ഇത് ദളവ കുറച്ചു കാലം ഭരിക്കേണ്ടായി. മൈസൂർ ദളവയുടെ കയ്യിൽ നിന്നാണ് ഹൈദരാലി യുദ്ധം ചെയ്ത് ഈ കോട്ട എടുത്തതും ഹൈദരാലിയുടെ മകനായ ടിപ്പു ആ ഭാഗത്ത് വന്ന് യുദ്ധം ചെയ്തിട്ടുള്ളതും. ടിപ്പു ജനിച്ചതും ഏകദേശം ഇതിൻ്റെ അടുത്തൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്, ഈ കോട്ടയുടെ അടുത്ത്. അപ്പോൾ ഇതാണ് ആ കോട്ടയുടെ ഹിസ്റ്ററി. അപ്പോൾ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, നമ്മൾക്ക് ഏതായാലും ആ കോട്ട ഒന്ന് കാണാൻ പോകണം, കോട്ടയോടുള്ള എന്താ നടക്കുന്നത് എന്ന് കാണാൻ പോകണം. അപ്പോൾ ഞങ്ങൾ 5 പേര് അതിൽ തയ്യാറായി. ശരി, നമ്മൾക്ക് കാണാം. ഏകദേശം ഒരു 11 മണി സമയത്ത് ഞങ്ങൾ കോട്ട കാണാൻ വേണ്ടി അവിടേക്ക് പോയി. അപ്പോൾ അവിടെ ഈ കാടുകൾ വളർന്നു നിൽക്കുന്നുണ്ട്. ഇന്നത്തെ പോലെ അത്ര വൃത്തിയൊന്നുമില്ല ഭാഗങ്ങൾ. ആൾക്കാരെ ഇടയ്ക്ക് വരുന്നതുകൊണ്ടോ അതിനുള്ള നടക്കുന്നതുകൊണ്ടോ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് നടക്കാൻ നല്ലതെയുണ്ട്. കുറ്റിക്കാടുകളൊക്കെ ഉണ്ട് പല ഭാഗങ്ങളിലും, കോട്ടയുടെ പല ഭാഗങ്ങളിലും പുറത്തുമുണ്ട്. അപ്പോൾ പുറത്ത് നീണ്ട ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചെടികൾ ഞങ്ങൾ 3-4 ഒടിച്ച് വടി കയ്യിലുണ്ടാക്കി. ഒരു വടി വേണ്ടേ കയ്യിൽ? ഒരു ധൈര്യത്തിന് ഒരു വടിയൊക്കെ കൊണ്ടുപോയി രാത്രി കൊണ്ടുപോയി പറഞ്ഞാൽ നല്ലതാണല്ലോ. കാരണം എന്താണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് അറിയില്ല. അപ്പോൾ ഏതായാലും ഭീകരമായിട്ടുള്ള പ്രേതങ്ങളും ഭൂതങ്ങളും ശബ്ദം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഏകദേശം കോട്ടയുടെ അടുത്തെത്തിയപ്പോഴേക്കും ശബ്ദം വരാൻ തുടങ്ങി. എന്തെല്ലാമോ ശബ്ദം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. എന്നുള്ള ശബ്ദങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അടുത്ത് തന്നെ മനസ്സിലായി. ഏകദേശം 11:30 മണി സമയത്ത് ഞങ്ങൾ ആ കോട്ടയ്ക്കുള്ളിൽ കടന്നു. എന്തോ ഒന്ന് കറുത്തൊരു ജീവി ഇപ്പം എന്ന് പറഞ്ഞ കാലിൻ്റെ അടിയിൽ കൂടെ പോയി. പെട്ടെന്നൊന്ന് പേടിച്ചു തന്നെ പറയാം. കാരണം പെട്ടെന്നാണ് ഈ കാലിൻ്റെ അടിയിൽ കൂടെ ഓടിപ്പോവാണ് എന്തോന്ന്. കുറച്ചുകൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്ന ടോർച്ചെല്ലാം തെളിയിച്ചപ്പോൾ, നിലാവുള്ള രാത്രിയായിരുന്നു, ടോർച്ചെല്ലാം തെളിയിച്ച സമയത്ത് കുറേയധികം വലിയ എലികൾ, തൊരപ്പന്മാർ എന്ന് പറയും, നമ്മൾ തൊരപ്പൻ പറയും ചില ഭാഗങ്ങളിൽ, അതിന് പെരിച്ചാഴി എന്നും പറയും. അത്രയും വലിയ എലികൾ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുമ്പോൾ ഇവർ തമ്മിലുള്ള യുദ്ധമാണ്. എലികൾ തമ്മിലുള്ള ആ യുദ്ധവും കടിക്കലും പിടിക്കലും ആ ശബ്ദമാണ് അവിടെ നിന്ന് വന്നിരുന്നത്. ഇവരുടെ ഓട്ടാണ് അവിടെ ശബ്ദം ഉണ്ടാക്കിയത്. രാത്രി സൈലൻ്റായിരിക്കുന്ന സമയത്ത്, ഇന്നത്തെ പോലെ വലിയ ബഹളമൊന്നുമില്ല പട്ടണങ്ങളിൽ, രാത്രി സൈലൻ്റായിരിക്കുന്ന സമയത്ത് ഈ ശബ്ദം പുറത്തേക്ക് വരികയാണ്, കൂടുതൽ ദൂരത്തേക്ക് വരികയാണ്. അങ്ങനെയാണ് ആ കോട്ടയിൽ നിന്ന് ഈ ശബ്ദമെല്ലാം വന്നിരുന്നത്. അപ്പോൾ അതാണ് ഒരനുഭവ കഥ. മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും.